UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായും പാടിയതിനെ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ കോലമല്ല ശരീരം തന്നെ കത്തിച്ചാലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി അംഗം PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. EK നായനാർ കേളുവേട്ടൻ ദിനാചരണത്തിന്റെ ഭാഗമായി വടകര ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, മതവർഗീയ പ്രശ്നമേ അല്ല. വന്ദേമാതരത്തെ ആരും ബഹുമാനിക്കാതെ പോയിട്ടില്ല. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ രാജ്യത്തെ ഭരണഘടനയും മുന്നോട്ട് വച്ച കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. ഏതൊരു പൗരനും അവകാശമുള്ള കാര്യമാണത്. അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണാനും ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ മതത്തെ തിരുകി കയറ്റാൻ ശ്രമിക്കുന്നത് ചെറുക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ കോലം കത്തിച്ചു. ഈ കോലം കത്തിച്ചൊക്കെ ഞങ്ങളെ അങ്ങ് ഭയപ്പെടുത്തി കളയാമെന്ന് കരുതുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കോലമല്ല ശരീരം കത്തിച്ചാലും നിലപാടിൽ ഒരടി പിറകാട്ട് പോകാത്തവരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് മനസ്സിലാക്കണം. അതിലൊന്നും പിറകോട്ട് പോകുന്നവരല്ല. പിന്നെ പറയേണ്ടവർക്ക് പറയാം, ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഒരു മതവർഗീയ പ്രശ്നമേ അല്ല, ഒരു മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്, രാഷ്ട്രീയ വിഷയം. അങ്ങനെയല്ലേ ഇതിനെ കാണേണ്ടത്. വന്ദേമാതരത്തെ ആരും ഇവിടെ ബഹുമാനിക്കാതെ പോയിട്ടില്ല. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ളവർ മുന്നോട്ട് വെച്ച സംവാദത്തിൽ രാജ്യം നിശ്ചയിച്ച കാര്യം, രാജ്യത്തെ ഭരണഘടന മുന്നോട്ട് വെച്ച കാര്യം, ആ കാര്യം ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. അത് ഏതൊരു പൗരനും ഏതൊരു പ്രസ്ഥാനത്തിനും അവകാശമുള്ള കാര്യമാണ്. അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണാനും ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ മതത്തെ കുത്തിക്കയറ്റാനും നടത്തുന്ന ശ്രമം ചെറുക്കപ്പെടേണ്ടതാണ്. ഒരു സർക്കാർ പരിപാടിയിൽ ഏത് മതമായിക്കൊള്ളട്ടെ, ആ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. അത് ഏത് മതത്തിൻ്റെ പേരിൽ ഭാവിയിൽ കേരളത്തിൽ വന്നാലും അത് തെറ്റാണ്. അത് മതവിശ്വാസികൾ അംഗീകരിക്കുന്നില്ല. മതവിശ്വാസികൾ പരസ്പരം മതസഹോദര്യം ആഗ്രഹിക്കുന്നവരാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഒരു രാഷ്ട്രീയമായി ഇത്തരം ഒരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ച് വന്നിട്ടുള്ളത്. ഇത് പൊതുവെ ആളുകൾക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമം ചിലർ നടത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എത്രയെത്ര പേർ ജീവൻ നൽകിയ പ്രസ്ഥാനമാണ് CPIM, രക്തസാക്ഷികളുടെ പ്രസ്ഥാനം. അങ്ങനെയുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ആ നിലയിൽ ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കും. എന്നാൽ UDF-നെ പോലെ ഒരു സർക്കാർ എന്ത് ചെയ്താലും അത് നല്ലതാണെങ്കിൽ പോലും എതിർത്ത് പോകുന്ന സമീപനം സ്വീകരിച്ച UDF സമീപനം, ഒരു സർക്കാരിനെ എല്ലാ നിലയിലും എതിർക്കുക. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ ചാടി വീണ് എന്തിനേയും എതിർക്കുന്നതിന് സമീപനമല്ല CPIM സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള തർക്കം തെരുവിലെത്തിയപ്പോഴും CPIM അതിൽ കക്ഷി ചേർന്നില്ല. മന്ത്രിമാരെ കുറിച്ചുള്ള തർക്കം വ്യാപകമായപ്പോഴും CPIM അതിൽ കക്ഷി ചേർന്നില്ല. ഏറ്റവും അവസാനം വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം വന്നപ്പോഴും CPIM LDF അതിൽ കക്ഷി ചേർന്നില്ല. ജനവിധി മാനിക്കുന്നത് കൊണ്ടാണ് കക്ഷി ചേരാൻ തയ്യാറായി. എന്നാൽ ചില വിഷയം അപ്പോൾ തന്നെ പ്രതികരിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ പ്രതികരിച്ച് പോകണമെന്ന് തന്നെയാണ് LDF നിശ്ചയിച്ചത്. അതിലൊന്നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണമായും പാടിയത്. M. നാരായണൻ അധ്യക്ഷനായ പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ KK ദിനേശൻ, C. ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PK ദിവാകരൻ, K. പുഷ്പജ, KP ബിന്ദു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.